ഇന്നലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ വരുന്നതുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നത്. ഇനി അത് തുടരാനുള്ള സാധ്യത അല്ല, അവരെന്തായാലും ബഹിഷ്കരിക്കും. ഒരു കാരണം, വളരെ ചെറിയൊരു കാരണം. നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ച് എന്ത് കുറ്റം ചെയ്തു? നവകേരള സദസ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചായിട്ട് പ്രഖ്യാപിച്ചു. കാര്യം എന്താണെന്ന് അറിയണം. ഇവിടെ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി കോടിക്കണക്കിന് രൂപയാക്കി പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞാൽ എംഎൽഎമാർ പോയില്ല, പഞ്ചായത്ത് മെമ്പർമാർ പോയി കാണും, അവർ ജനങ്ങളുടെ കാര്യം ഉണ്ടോണ്ട് പോയി കാണും, അതിന് പൈസ ചെലവാക്കി. അവിടെയൊന്നും പോയി LDF പ്രവർത്തകർ കരിക്കൊടി കാണിക്കാനും അവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും വട്ടം ചാടാനും ഒന്നും പോയില്ലല്ലോ. വളരെ സുഗമമായി അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും പോകാനും രാവിലെ മുതൽ രാത്രി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ. കാരണം സെക്യൂരിറ്റി നമ്മളിപ്പോൾ LDF വേളം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ സെക്യൂരിറ്റി വരണ്ടേ? ഈ അലിമ്പുണ്ടാക്കാൻ നടക്കുന്നവർക്ക് എന്തെങ്കിലും ബോധമുണ്ട്? എന്റെ പടം പേപ്പറിൽ വരണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ആഗ്രഹമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഓരോ ദിവസവും ഘടിപ്പിക്കുകയാണ്. എന്നും പറഞ്ഞ ഒരു വിലയില്ല, വല്ലപ്പോഴും പറഞ്ഞ ഒരു വിലയുണ്ട്. എന്നും നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയും, ഇവനിത് തന്നെ ജോലി എന്നാണെന്ന് ധരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്നെ ബഹിഷ്കരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരിൽ ഏത് കുറ്റം? കോൺഗ്രസ്സുകാരന്മാർ കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ അതാണ് എന്റെ കുറ്റം. എവിടെയാണ് CBI നൽകിയ റിപ്പോർട്ടിൽ എന്റെ പേരോടെ പറഞ്ഞിരിക്കുന്നു? കൂടാനോ നടത്തിയത് മുഖ്യമന്ത്രിയുടെ പേരോടെ പറഞ്ഞിരിക്കുന്നു. എന്റെ പേര് ഒരു അറിയാത്ത വായിച്ചു നോക്കണം. മലയാളത്തിലെ മുഖ്യധാര പേജ് വായിച്ചു നോക്കണം. അതെ, അത് ഈ മലയാളത്തിലെ മുഖ്യധാര പത്രത്തിന് ആദ്യത്തെ ഫ്രണ്ട് പേജിൽ വാർത്ത അടിച്ചു. അവർ പോലും മനസ്സിലാക്കാതെ. കാരണം എന്താ പറയാ, ഒരു ആ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുഴപ്പം LDFനെതിരെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെല്ലാം ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയില്ല. ആ റിപ്പോർട്ടിൽ ഞാൻ എന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹൈക്കോടതി അഭിഭാഷകർ രണ്ടുപേരെ കാണുകയും ഇത് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. അവർ ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്, നിയമ നടപടിക്കണ്ട. അപ്പൊ അവർ ചോദിച്ചു, എന്താ നിങ്ങളെ പറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആരോ കൂടാലോചന നടത്തിയെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും.